വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ചോപ്സ്. ആദ്യം മട്ടൺ വേകാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് മട്ടൺ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇത് 1 കിലോയാണ്. അത് കുക്കറിലേക്ക് ഇടാം. 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അടുപ്പിന് തീ കൊടുക്കാം. ഇനി ഇത് 6 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. 6 വിസിൽ കഴിഞ്ഞ് ഇനി തീ ഓഫ് ചെയ്യാം. ഒരു കപ്പ് മല്ലിയില, 2 കപ്പ് പുതിനയില, ഒരു 7 പച്ചമുളക്, ഇത്രയും കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. പാൻ ചൂടായി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ഒന്ന് നടുക്കൂടെ പതുങ്ങുന്നത് 1 കപ്പ്, ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് 2 തക്കാളി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി നേരത്തെ അരച്ച് വെച്ചിരുന്ന മല്ലിയില, പുതിനയില, പച്ചമുളക്, പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ചമണം നന്നായിട്ടൊന്ന് മാറട്ടെ. ഇനി ഇതൊന്നൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 'നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ, ഒരല്പം പോലും വെള്ളം ചേർക്കാതാണ് നമ്മൾ മട്ടൺ വേവിച്ചത്.
ഉപ്പൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കട്ടെ. നേരത്തെ മട്ടൺ വേവിച്ച വെള്ളമാണിത്. മട്ടണിൽ നിന്ന് ഇറങ്ങിയതാണ്, നമ്മൾ ഒഴിച്ചതല്ല. അത് ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിടണേ. ഇനി ഇപ്പോൾ 5 മിനിറ്റ് ഇരുന്നു. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇരിക്കണം. ഒന്ന് ഇളക്കി വയ്ക്കാം. കുക്കറിൽ വേവിച്ചപ്പം മട്ടണിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമാണിത്. ഇനി 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. മട്ടൺ ചോപ്സ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണാണ്. ഈ റെസിപ്പിയിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കാം. അല്പം ഉപ്പും കൂടെ വേണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് അതാണ് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്.